ദ്വാരക ഒന്നുകൊണ്ടും പേടിക്കേണ്ട പൈസയുടെ കാര്യത്തിൽ ഞാനുണ്ടാകും കൂടെ. അത് ഇത്രയും നാൾ വൈകിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ദ്വാരകൻ്റെ 1 രൂപയെന്ന് പറയുന്നത് എൻ്റെ 1 രൂപയാണ്. അതിനൊക്കെ പരിഹരിക്കാൻ എന്നെക്കൊണ്ട് പറ്റുമെന്ന് എനിക്ക് ധൈര്യമുണ്ട്. എനിക്ക് കൂടെ ധൈര്യം തന്നാൽ മാത്രം മതി. നമുക്കെല്ലാം ഓപ്പറേറ്റ് ചെയ്യാം. താങ്കളുടെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രശ്നങ്ങളാണ്. ഞാൻ മാറി അകന്ന് നിന്നെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ ശരീരത്തിലുണ്ട് ഞാൻ തന്നെയാണ് നിങ്ങൾ. അത് മനസ്സിലാക്കി മാത്രം ഓരോ ഡയലോഗും അയക്കുക. ഞാൻ പറയില്ലേ, എൻ്റെ വാട്സപ്പിൽ ദ്വാരക ഡിയർ എന്നാണ്. അത് ഡിയർ എന്നുള്ള പദത്തിൻ്റെ മീനിങ് അറിയാവുന്നതുകൊണ്ടാണ് ഡിയർ എന്നിട്ടിരിക്കുന്നത്. ഞാൻ ചതിച്ചിട്ടില്ല. എനിക്ക് പറ്റിയ സിനിമയിൽ പലതും സംഭവിക്കും. അത് അങ്ങനത്തെ ഒരു ഫീൽഡാണ്. അതിന് എന്തെല്ലാം വേർഡ്സ് എനിക്ക് അയച്ചു, എല്ലാം ഞാൻ കേട്ടുകൊണ്ടിരുന്നു. ഏതെല്ലാം രീതിയിൽ ജിൻസൻ എനിക്കെതിരെ സംസാരിച്ചു, ആരോടൊക്കെ സംസാരിച്ചു. പക്ഷേ കാലം മാറ്റം വരും. നിങ്ങളുടെ 2 പേരുടെയും പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ അതെൻ്റെ പ്രശ്നം തന്നെയാണ്. 2 പേരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ്. 100% നിങ്ങളെക്കാളും കൃത്യമായിട്ട് എന്നെക്കൊണ്ട് പരിഹരിക്കാനും പറ്റും. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. കൂടെ നിന്നാൽ മാത്രം മതി. 1 രൂപ പോലും ദ്വാരകൻ്റെ പോയിട്ടില്ല, പോകത്തുമില്ല. വാക്ക് തരുന്നു. മൊത്തത്തിൽ സിനിമ ചെയ്ത് കുഴപ്പമായിപ്പോയ ആളായതുകൊണ്ടാണ് നമുക്ക് വേണ്ടിയെല്ലാം ചെയ്തത്. അത് നാളെ ഇല്ലാതായിപ്പോവും. അത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഞാൻ കുഴപ്പത്തിലായിപ്പോയി. ഭയങ്കര കുഴപ്പമൊന്നും ചെയ്തിട്ടില്ല. ജോണി ചേട്ടൻ്റെ മനസ്സിൽ ഇപ്പം നിങ്ങൾക്ക് തരാനായിട്ട് എത്ര കണക്കുള്ളത്? എനിക്കെല്ലാം ഓർമ്മയില്ല. ഓരോ സ്റ്റെപ്പും എനിക്ക് ഓർമ്മയില്ല. മനക്കണക്ക് പോലെ. എന്താ അങ്ങനെ പറയണത്? അതല്ല, അത് തീർന്ന കടപ്പാടല്ലല്ലോ. എന്താ ഇങ്ങനെ പറയണത്? എനിക്കെന്തെങ്കിലും കൂടുതലുണ്ടാക്കി തരണ്ടേ? അത് കിട്ടും. ഈ 8 സിനിമയിൽ നമുക്ക് കിട്ടും. അതെനിക്ക് അത് തന്നാൽ എൻ്റെ മനസ്സിൽ കണക്കിലൊരു 5-6 crores എൻ്റെ മനസ്സ് വരണമല്ല. ഞാൻ പറയുന്നത് സത്യം പറയാം, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. ആ പ്രശ്നം കേട്ട് കഴിഞ്ഞാൽ ഞാൻ സമാധാനമായിട്ട് എനിക്ക് ജീവിക്കാറില്ല. അല്ലാതെ എനിക്ക് വീടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്നും വേണ്ട. അതൊക്കെ ജീവിച്ചു പോകും. എങ്ങനെയാണ് അതൊക്കെ പിന്നീടുള്ള കാര്യം. നാടെ കാര്യങ്ങളൊക്കെ പിന്നീടുള്ള കാര്യം. ഇതിനകത്ത് നിന്നും മോചിതനായി കഴിഞ്ഞാൽ സമാധാനമായില്ല. ഇത് നിങ്ങളുടെയൊക്കെ തന്നെ വന്ന് കഴിഞ്ഞിട്ടാൻ പാടില്ല. എനിക്കൊരു വീടെടുത്ത് തരാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്തു തരാൻ പറഞ്ഞ് കഴിഞ്ഞിട്ടാൻ പാടില്ല. ഒരു കാര്യത്തിന് വാക്ക് പാലിക്കാൻ പറ്റണം. അതിന് എനിക്ക് സാഹചര്യമുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നത് ഇപ്പോഴും ഈ സെക്കൻഡിൽ. അത് ദൈവത്തിനാണ് സത്യം. നമ്മളെ മാറ്റിച്ചു കഴിഞ്ഞാൽ എൻ്റെ സാഹചര്യങ്ങൾ പോകും, പിന്നെ ഇല്ലാതായിപ്പോൾ നമുക്ക് പുറത്തിറങ്ങാം. എനിക്കാണെങ്കിൽ ഭയങ്കര ഷൈ ക്യാരക്ടറാണ്. ഞാൻ പുറത്തിറങ്ങുന്നു. എൻ്റെ സ്വഭാവം വെച്ച് എവിടെയെങ്കിലും അപമാനിതനായെന്ന് കണ്ടാൽ പിന്നെ പുറത്തിറങ്ങും.